വന്യമൃഗശല്യ പ്രതിരോധത്തിൽ വ്യക്തതയില്ലാതെ കേന്ദ്ര വനം മന്ത്രിയുടെ വയനാട് സന്ദർശനം. 3 സംസ്ഥാനങ്ങളുടെ അതിർത്തി മേഖലകളിലാണ് പ്രശ്നങ്ങൾ നടക്കുന്നത്. ആനകളുടെയും കടുവകളുടെയും ഇടനാഴികളായതിനാൽ യോജിച്ച തീരുമാനം വേണ്ടിവരുമെന്നും ഭൂപേന്ദ്ര യാദവ് പറഞ്ഞു. എന്നാൽ കേന്ദ്ര സർക്കാർ മുഖേന സ്വീകരിക്കുന്ന പ്രതിരോധ പദ്ധതി എന്തെന്ന് അദ്ദേഹം വിശദീകരിച്ചില്ല. വയനാടിൻ്റെ ജനകീയ പ്രശ്നത്തെ പ്രത്യക്ഷത്തിൽ കൈയൊഴിയുകയായിരുന്നു അദ്ദേഹം. അനൂപുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അനൂപ്, മറ്റെന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? വയനാട് നേരിടുന്ന വലിയൊരു അതിജീവന പ്രശ്നത്തിൽ ഏതായാലും കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഇടപെടൽ അതിവേഗം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഉണ്ടായേക്കില്ല എന്നതിൻ്റെ സൂചനയായി ഒതുങ്ങി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവിൻ്റെ വയനാട്ടിലെത്തിയപ്പോഴുള്ള ആദ്യ പ്രതികരണം. അദ്ദേഹം പറഞ്ഞത് ഇതൊരു സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നം എന്ന രീതിയിലാണ് ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചത്. വയനാട്ടിൽ മാത്രമായിട്ടൊരു പദ്ധതിയല്ല, മറിച്ച് 3 സംസ്ഥാനങ്ങൾ, അതായത് ഈ എലിഫന്റ് ടൈഗർ കോറിഡോറുകൾ കടന്നു പോകുന്ന കർണാടക, തമിഴ്നാട്, കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്ന ഒരു വനമേഖലയിലാണ് ഈ പ്രശ്നങ്ങൾ നടക്കുന്നത് കൂടുതലായും. അതുകൊണ്ട് 3 സംസ്ഥാനങ്ങളും കൂടി ചേർന്നുള്ള ഒരു പ്രശ്നപരിഹാര സാധ്യത എന്തെന്ന് തേടും. അതിനായി കേന്ദ്ര സർക്കാർ ഇടപെടും, പ്രധാനമന്ത്രി തലത്തിൽ ഇടപെടും എന്നാണ് ഭൂപേന്ദ്ര യാദവ് വയനാട്ടിലെത്തിയപ്പോൾ പ്രധാനമായും പറഞ്ഞത്. അതിൽ തന്നെ അദ്ദേഹം പ്രത്യക്ഷത്തിൽ ഏതെങ്കിലും നടപടികൾ വലിയൊരു വിഷയം ഉയർന്നു വന്നപ്പോൾ സ്വീകരിക്കേണ്ട ഒരു ഇടപെടൽ എന്തെന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലും പദ്ധതികൾ ഇതിനായി തങ്ങളുടെ പക്കലുണ്ടെന്ന് എന്നോ വിശദീകരിക്കാൻ ഏതായാലും ഭൂപേന്ദ്ര യാദവ് തയ്യാറായില്ല. तो वो सारे विषयों का मैंने एक रिव्यू बांदीपुर में लिया। बांदीपुर लेने के बाद मैं वायनाड आया हूँ और भारतीय जनता पार्टी के कार्यकर्ता और जो हमारे किसान नेता हैं उनके साथ भी मैंने एक लंबी बातचीत करी। उन्होंने अपना एक पूरा डिमांड पत्र में भी उन्होंने विषय दिया था, शॉर्ट टर्म लॉन्ग टर्म जो एश्योरेंस थे। काफ़ी जो विषय इस समय भारत सरकार माननीय प्रधानमंत्री जी के नेतृत्व से हम कार्य कर रहे हैं उसकी भी जानकारी मैंने उनको पूरी दी है। और अब मैं जो विक्टिम्स हैं उनके घर जाऊंगा और उसके बाद मेरा रात को यहाँ पे रुकने के बाद और लोगों से मिलने का है और कल फिर मैं मीडिया के साथ एक पूरी बातचीत। സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള നിലപാടല്ല കേന്ദ്ര സർക്കാരിൽ നിന്ന് ഈ വിഷയത്തിൽ ഏതായാലും വേണ്ടത്. അതിൽ പ്രധാനം, നമ്മൾ നേരത്തെ സംസ്ഥാന നിയമസഭ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ട ഈ വന്യജീവി സംരക്ഷണ നിയമത്തിലെ സുപ്രധാന വകുപ്പുകളുടെ ഭേദഗതി ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളിലൊരു തീരുമാനമാണ്. അത് നയപരമായി കേന്ദ്ര സർക്കാർ തീരുമാനിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഇത്തരത്തിലുള്ള പരിസ്ഥിതി വിഷയങ്ങളിൽ ഈ തരത്തിലുള്ള ഇടപെടൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായാൽ മാത്രമേ അത് പ്രാദേശികമായി പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനും പ്രാദേശികമായി വലിയ രീതിയിലുള്ള സങ്കീർണതകളിലേക്കും കുഴപ്പങ്ങളിലേക്കും ഈ ഒരു പ്രശ്നം മാറാതിരിക്കുന്നതിനും സഹായകമാവും. ഏതായാലും അത്തരം കാര്യങ്ങളിലൊന്നും തന്നെ വനമന്ത്രി ഇന്ന് വിശദീകരിച്ചില്ല. ഏതായാലും അടുത്ത ദിവസം ജില്ലാ കളക്ടറേറ്റിൽ 2 മീറ്റിങ്ങുകൾ, 2 ഉന്നതതല യോഗങ്ങൾ വനമന്ത്രി വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഈ യോഗത്തിൽ തന്നെ ഒരു വ്യക്തമായ പദ്ധതി ഇല്ലാതെയാണ് മന്ത്രി പങ്കെടുക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ഉദ്യോഗസ്ഥരിൽ നിന്നും മറ്റും വിവരങ്ങൾ തേടി അതിന്മേലുള്ളൊരു നടപടികൾ സ്വീകരിക്കും എന്നെല്ലാമാണ് ഇന്ന് മന്ത്രി വയനാട്ടിലെത്തിയപ്പോൾ പറഞ്ഞത്. ഏതായാലും മന്ത്രി ഇന്ന് ഈ വന്യമൃഗശല്യത്തിൽ അല്ലെങ്കിൽ വന്യമൃഗ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെയും പരിക്കേറ്റവരുടെയും എല്ലാം വീടുകൾ സന്ദർശിച്ചു. ഇന്ന് അദ്ദേഹം ഇവിടെ തങ്ങുകയാണ്. അതിനുശേഷം നാളെ ജില്ലാ കളക്ടറേറ്റിൽ ജില്ലാ കളക്ടറേയും അതുപോലെ തന്നെ മറ്റ് ജില്ലയിലെ ഉന്നത ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെയുള്ള ഉള്ളവരോട് ഈ ഒരു അവരുടെ എല്ലാം വിളിച്ചു ചേർത്തൊരു യോഗം 2 തലങ്ങളിലായി നടത്തുന്നുണ്ട്. എന്നാലും ഈ യോഗത്തിൽ ഇതുമായി എന്തെങ്കിലും ഒരു നടപടി അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉതകുന്ന ഏതെങ്കിലും കേന്ദ്ര സർക്കാർ സമീപനം ഉണ്ടാകുമോ എന്ന് നോക്കിക്കാണണം. ഏതായാലും ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ വയനാട്ടിലെ ജനതയ്ക്ക് ആശ്വാസം പകരുന്നതല്ല. അനൂപാണ് വിശദാംശങ്ങൾ നൽകിയത്.